ഹലോ ഫ്രണ്ട്സ്, എൻ്റെ നാടാണ്, എൻ്റെ ചിറ്റാർ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണിത്. ഞങ്ങളുടെ പാലം ഒരു ചെറിയ പാലമായിരുന്നു പണ്ട്. സായിപ്പന്മാരെ കാലത്തുള്ളൊരു പാലമായിരുന്നു. അതിപ്പോൾ നല്ല രീതിക്ക് നമ്മളെ പാലം പുരോഗമിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ചെയ്യാൻ മനസ്സ് കാണിച്ചാൽ നമ്മളെ അധികാരികളുടെ അടുത്ത് നന്ദി പറയുന്നു. പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവഴിയാണ് ഞങ്ങളുടെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരാൾ നടക്കത്തക്ക വഴിയായിരുന്നു ഇത്. ഇപ്പോൾ നല്ല റോഡ് ആയിട്ടുണ്ട്. അതുപോലെ ഇതാണ് എൻ്റെ വീട്ടിലോട്ട്. ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന നാട് ഈ റൂട്ട് പോകണം. കുറച്ചപ്പുറത്താണ് ആറുണ്ട്. അതുപോലെ എന്തായാലും നമ്മുടെ നാട് പുരോഗമിച്ച് തന്ന ഇതിൽ പുരോഗമനം ഉണ്ടായാലും വളരെ വളരെ നന്ദിയാണ് മേലധികാരികളുടെ അടുത്ത്. ഇതാണ് നമ്മളെ പഴയ പാലം. ഇതായിരുന്നു നമ്മളെ പഴയ പാലം. ഈ പാലത്തിൽ കൂടെ ആയിരുന്നു വണ്ടി എല്ലാവരും പോയിക്കൊണ്ടിരുന്ന ബസ് എല്ലാ വാഹനങ്ങളും ഓടിക്കൊണ്ടിരുന്ന ഈ റോഡായിരുന്നു. ഇപ്പോൾ നമ്മളോട് പാലം എന്തായാലും ഈ ഇതിലെത്തിച്ചിട്ടുണ്ട്. ഇതാണ് 8 ഏക്കർ റോഡ്. ഈ കാണുന്ന ആ പാലത്തിൽ കൂടെ ആയിരുന്നു വണ്ടി ബൈക്ക് ആക്റ്റീവയും പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പാലത്തിൻ്റെ പണിയെടുത്ത സമയത്ത് അതുവഴിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം അവിടെ മുറിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇതുവഴിയാണ് ഇപ്പോൾ വണ്ടി വിട്ടു തുടങ്ങിയിട്ടുള്ളത്. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു, ഇലവ്. അതിൽ തേനീച്ച കൂടുണ്ടായിരുന്നു. അത് വന്ന് വീണ് ഒരു മരണം അവിടുത്തെ ഒരു വീട്ടിൽ ഒരാളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നല്ലൊരു നമ്മളെ ചിറ്റാർ പുരോഗമനം തന്നതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. എന്തായാലും നമ്മളെ തേവിയോട് വാർഡ് മെമ്പറും നമ്മളെ നാട്ടുകാരും എല്ലാവരും സഹകരണത്തോടു കൂടി നമ്മളെ 8 ഏക്കർ ചിറ്റാർ പാലം പുരോഗമനം നല്ല താഴ്ച. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളെ ചിറ്റാർ ഉറങ്ങിക്കിടന്ന ചിറ്റാർ ഇപ്പോൾ നല്ല ആയിട്ടുണ്ട്. നമ്മളെ നാട് ഇത്രയും പുരോഗമനം ഉണ്ടാവുമെന്ന് നമ്മളാരും ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരാൾ നടക്കുന്ന വഴിയായിരുന്നു നമ്മളെ ഈ ചിറ്റാലിലുണ്ടായിരുന്നത്. റോഡായിരുന്നാലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളുടെ റോഡ് നല്ല ഹൈവേ വന്നിട്ടുണ്ട്. അതുപോലെ താഴെ ഒരു റോഡുണ്ട്. അതിലേ കൂടെ ആയിരുന്നു വണ്ടിയെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. ഇതുവഴിയായിരുന്നു വണ്ടികൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും ഇവിടെ ബസ്സൊന്നും പോവില്ല. ബസ്സെല്ലാം പേരയം വഴി ആ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊന്മുടി ഇതുവഴിയാണ് പോയിക്കൊണ്ട്. ഇപ്പോൾ പൊന്മുടി ബസ്സൊന്നും ഇതുവഴിയല്ല അവിടെ പേരയം റൂട്ടാണ് പോകുന്നത്. തേവിയോട്
തിരിഞ്ഞ് പോണ പേര റൂട്ട് കയറും. ഇവിടെ ചെറിയ വണ്ടികൾ മാത്രമേ ഈ റൂട്ട് പോകുന്നുള്ളൂ. ശരി, അപ്പോൾ എല്ലാവർക്കും ബായ്. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.